എന്താണ് പരിപാടി? അതെ, ഞാൻ വീഡിയോൻ്റെ അകത്തൊക്കെ കണ്ടതായിരുന്നു. മുട്ട പൊരിച്ചിട്ടൊരു മുട്ട മസാല. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം അതൊന്ന് ട്രൈ ചെയ്യാൻ പോയി. ആദ്യം 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പ്ലെയിൻ ആയിട്ട് ഉപ്പും കുരുമുളകും ഒന്നും ഇടാതെ പൊരിച്ചെടുക്കണം. ചട്ടി ചൂടായപ്പോൾ ഇനി മുട്ട പൊരിച്ചെടുക്കാം. ഇനി മുട്ട പൊരിച്ചെടുക്കാം. ഇതെന്തൊക്കെയാ ഇപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇത് ഒരു സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, കറിവേപ്പില. എത്ര സവാള? ഒരെണ്ണം. മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി. ഇതെന്തിനാ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്? ഇത് മുട്ട വറുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മസാലയാക്കുന്നത്. പനീർ പോലെ ആക്കിയല്ലേ? ഓക്കെ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി എണ്ണ ഒഴിക്കാം. അപ്പൊ ആദ്യം കടുകിടാം. ഇനി അടുത്തത് കറിവേപ്പില. ആദ്യം നമുക്ക് സവാള ഇടാം. നന്നായിട്ട് വഴണ്ട് വരണം. അപ്പൊ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റുക. അടുത്തത് തക്കാളി ഇടണം. തക്കാളി നന്നായിട്ട് വെന്തോടെയാണ് ഇതിലേക്ക്. ഇതിന് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കത് പൊക്കി നോക്കാം. ഏകദേശം ഒരു വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. നമ്മൾ അത്യാവശ്യം തിക്കായിട്ടാണ് എടുക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ചേർക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയിൽ മസാല ഒന്ന് പിടിക്കുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ ഏകദേശം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂവിയിട്ട് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളൊന്ന് തിന്ന് നോക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ലേ മസാലയുടെ നല്ല ടേസ്റ്റ് വരുന്നത്. നന്നായിട്ടുണ്ട്.